പ്രൈമറി കുഞ്ഞുങ്ങളുടെ സമഗ്ര വികസനം സാധ്യമാക്കുന്നതിനായി മണ്ണിനെയും പ്രകൃതിയെയും തൊട്ടറിഞ്ഞ് ശിശു സൗഹൃദ അന്തരീക്ഷത്തിൽ 13 പ്രവർത്തന ഇടങ്ങൾ ഒരുക്കിക്കൊണ്ട് പറവൂർ കണ്ണംകുളങ്ങര ഗവൺമെന്റ് LP സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളം എറണാകുളം ജില്ല പറവൂർ BRCയും ചേർന്ന് സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവഴിച്ച് തയ്യാറാക്കിയ വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം പറവൂർ നഗരസഭാ ചെയർമാൻ രമേശ് D കുറുപ്പ് നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു. പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ പുല്ലുമാടവും പൂവണി മേളയും തുല്യമായി തരും ശക്തിയും നീയല്ലോ നല്ല ചിന്ത. തുടർന്ന് നടന്ന സമ്മേളനവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ സമഗ്ര ശിക്ഷ കേരളത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 10 ലക്ഷം രൂപ ചെലവാക്കിയാണ് നമ്മുടെ ഇന്നത്തെ കണ്ണകുളങ്ങര LP സ്കൂളിൽ ഒരു പൊതു ഇടം ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ എല്ലാ സങ്കല്പത്തിൽ കൊച്ചിലേക്ക് കുട്ടികൾ സ്കൂളുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ 1-ാം തീയതി കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഇന്നിപ്പോൾ സന്തോഷത്തോടെ സ്കൂളുകളിൽ ക്ലാസ് റൂമുകളില്ല. കുട്ടികൾക്ക് അകത്തും പുറത്തും പഠിക്കാനുള്ള സൗകര്യങ്ങളാണ് ഈ പദ്ധതിയിൽ കൂടി തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ അകത്ത് തന്നെ മഴക്കാലത്ത് കുട്ടികൾക്ക് പുറത്ത് കളിക്കാൻ പറ്റാത്തെങ്കിൽ അകത്ത് ചെല്ലാം. ഒരു പാർക്കിലേക്ക് പോകുന്നൊരു അന്തരീക്ഷമാണ് സ്കൂളിലേക്ക് എത്തുക. അപ്പം നമുക്ക് പണ്ട് കൊച്ചിലേക്ക് കുട്ടികളെയൊക്കെ വളർത്തുന്നതിൽ വ്യത്യാസമായി കാഴ്ചയിലൂടെ പഠനത്തിലൂടെ കുട്ടികളെ വളർത്തുക എന്നുള്ളതാണ്. ചില വ്യക്തികൾ ഇപ്പോൾ നമുക്ക് ചുരുങ്ങിയ സ്ഥലത്താണ് കുട്ടികളൊക്കെ ഇപ്പോൾ ജീവിക്കുന്നത്. ഫ്ലാറ്റ് പോലെ ചെറിയ വീടുകളിലാണ് താമസിക്കുന്നത്. അവരെ സ്കൂളുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്കൂളുകളിൽ തൊട്ട് പഠിക്കുക, അതുപോലെ തന്നെ കണ്ട് പഠിക്കുക, അങ്ങനെ വിവിധമായ കാര്യങ്ങളിലൂടെ കുട്ടികളുടെ ഉന്മേഷത്തോടൊപ്പം പഠനവും കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ സ്കൂളുകൾ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ പറവൂർ നഗരസഭയിൽ തന്നെ 2 സ്കൂളുകളിൽ ഈ പദ്ധതി പ്രകാരം കിഴക്കേപ്പുറ സ്കൂൾ കഴിഞ്ഞു. വർണ്ണക്കൂടാരം ഇപ്പോൾ അടുത്താണ് ഇന്നിവിടെ ഈ വർണ്ണക്കൂടാരം വിളിക്കുന്നത്. അടുത്ത വർഷത്തോടുകൂടിയിട്ട് നമ്മൾ കൂടുതൽ സ്കൂളുകളിലേക്ക് ഉൾപ്പെടുത്തി ഇത് വലിയൊരു പദ്ധതിയായി നടപ്പാക്കുക എന്നുള്ളതാണ്. ഇത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടത്. അദ്ദേഹം വളരെ തിരക്കുള്ളതുകൊണ്ടാണ് ഇന്ന് ഞാൻ മുനിസിപ്പൽ ചെയർമാൻ എന്നുള്ള ഞാൻ നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെയും കൂടി ആശംസകൾ നേരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ആശംസകൾ നേരുകയാണ്. വൈസ് ചെയർപേഴ്സൺ ലൈജി ബിജു അധ്യക്ഷയായി. കുട്ടികളുടെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ട് ഇന്ന് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്ന എല്ലാത്തിനും ആദ്യമേ തന്നെ ആശംസ അർപ്പിക്കുന്നു. നമ്മുടെ കുട്ടികൾ നമ്മൾ വളർന്ന കാലഘട്ടമല്ല, നമ്മളിപ്പോൾ കണ്ട് മനസ്സിലാക്കിയ കാര്യമാണ്. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുകൊണ്ട് അവരുടെ കഴിവുകൾ നല്ല രീതിയിൽ പുറത്തു വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ എല്ലാവിധ ആശംസകളും കുട്ടികൾ ഇതിന് നല്ല രീതിയിൽ ആവട്ടെ, അവർ നല്ല രീതിയിൽ ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്ക് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രധാന അധ്യാപിക പ്രീതി ആന്റണി സ്വാഗതം ആശംസിച്ചു. SSKയുടെ സ്റ്റാർസ് വർണ്ണക്കൂടാരം പദ്ധതി വഴിയായി കണ്ണംകുളങ്ങര ഗവൺമെന്റ് സ്കൂളിലേക്ക് ലഭിച്ചിട്ടുള്ള ഈ വർണ്ണക്കൂടാരം അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി ചെയ്തു തരാനായിട്ട് എന്നെ സഹകരിച്ച എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഞാൻ ഈ സമയത്ത് എൻ്റെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ജില്ലാ പ്രോഗ്രാം ഓഫീസർ EH അനുപമ, നഗരസഭാ കൗൺസിലർമാരായ KG ഹരിദാസൻ, ജോബി പഞ്ചിക്കാരൻ, ജയ ദേവാനന്ദൻ, ജലജ രവീന്ദ്രൻ, ബീന ശശിധരൻ, നിമിത രാധാകൃഷ്ണൻ, BPC KJ ബീന, S ജോൺ ജോസഫ്, PS ആഷ്ന, ആതിര മോബിൻ, രേഷ്മ P മോഹൻ, സ്കൂൾ ലീഡർ കുമാരി ആൻസിലിൻ റിയോണ എന്നിവർ സംസാരിച്ചു. ചുവർ ചിത്രങ്ങൾ വരച്ചവരെ പൊന്നാടയിട്ട് ആദരിച്ചു.
CJ Joy, City Voice, News Bureau, North Paravoor.